ഇപ്പോൾ അരുണിനെ സംബന്ധിച്ച് അരുൺ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 1000 ഫ്ലൈറ്റ്സിന് മുകളിൽ സഞ്ചരിച്ചു, പിന്നെ 111 രാജ്യങ്ങൾ അരുൺ കണ്ടു. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ. നമ്മുടെ പാസഞ്ചേഴ്സിന് ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ ടിപ്സ് നമുക്ക് നൽകാൻ സാധിക്കും? അരുണിന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയുമോ? പാസഞ്ചേഴ്സിന് ടിപ്സ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ചെവി അടയുക എന്നുള്ളത് ഒരു ഓൾമോസ്റ്റ് 80% അല്ലെങ്കിൽ 85% ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ചെവി അടയുന്നത് ടേക്ക് ഓഫിന് അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത്. അതിന് ആക്ച്വലി നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പേരുന്ന വത്സവ മനോഹർ എന്നാണ്. ഈ പേര് കേട്ട ചിലർക്കും ചിലപ്പോൾ അറിയില്ല, അവർ കളിയാക്കിയിരിക്കും. പക്ഷേ പേര് വത്സവ മനോഹർ എന്നാണ്. അത് നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ വരുന്ന ഒരു ടെക്നിക്കാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ നോസും മൗത്തും ക്ലോസ് ചെയ്തിട്ട് ട്രൈ ടു ബ്രീത്ത് ഔട്ട്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെവി ഓപ്പൺ ആവും. ആക്ച്വലി നമ്മുടെ ഈ വലിക്കുന്ന ബ്രീത്ത് നമ്മുടെ ചെവിക്കൂടെ പോയിട്ട് ചെവി ഓപ്പൺ ആവും. അതാണ് ആക്ച്വലി ഒരു ടെക്നിക്ക്. ഇത് ടെക്നിക്കല്ല, ഇത് ആക്ച്വലി കുറേ പേർക്ക് അറിയാവുന്നതാണ്. എന്നാലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഫ്ലൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ഒരു ബ്രീത്തിങ് അല്ലെങ്കിൽ ഈ ചെവി അടഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കിത് ഉപകാരമായിരിക്കും. ഈ ആദ്യഘട്ടത്തിൽ ഫ്ലൈറ്റിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും? ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ആക്ച്വലി ചിലപ്പോൾ സഡൻലി ഒക്കെ എന്താ പറയുക ഫ്ലൈറ്റ് താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്രൂ ആയാലും എല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ വത്സവ മനോഹർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയുന്നത് വളരെ ഉപകാരമായിരിക്കും.